സെപ്റ്റംബർ 13 എറണാകുളം വഞ്ചി സ്ക്വയറിൽ നഗരസഭയുടെ അനുമതിയോടെ റിജാസ് സോളിഡാരിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റിജാസ് ഐക്യദാർഢ്യ സംഗമത്തിനെതിരെ പോലീസ് സ്വീകരിച്ച നടപടികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് സെപ്റ്റംബർ 18 വൈകിട്ട് 5 മണിക്ക് റിജാസ് ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യവാദികളോടും ഫോറം ആഹ്വാനം ചെയ്തു. നമ്മൾ റിജാസ് സോളിഡാരിറ്റി ഫോറം എന്ന് പറയുന്ന കൂട്ടായ്മയിലെ പ്രവർത്തകരും മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരും, ഇപ്പം ഇത് അഡ്വക്കേറ്റ് ആക്കിബ്, ആള് ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും പ്രവർത്തിക്കുന്ന വക്കീലാണ്. അതുപോലെ പോലീസ് അതിക്രമങ്ങളുടെ വിഷയത്തിൽ കോടതിയിൽ പോവുകയും അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള വക്കീലാണ്. അതുപോലെ ഹരി ഡോക്ടർ വയനാട്ടിൽ നിന്നുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഷനീർ പുരോഗമന യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നിതിൻ, അതുപോലെ ഞാൻ നിഹാരിക, ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകയാണ്. അതിലുപരി റിജാസ് സോളിഡാരിറ്റി ഫോറം എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ രണ്ടുപേരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഖാവ് റിജാസിൻ്റെ വിടുതലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പൊതുയോഗം നടത്തുകയുണ്ടായി. അപ്പോൾ സഖാവ് റിജാസ് മെയ് 8 നാഗ്പൂർ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടെ നിന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി ATSന് കൈമാറുകയും നാഗ്പൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് റിജാസ്. അപ്പം ആ വിഷയത്തിൽ കുറച്ച് ഈ മാസങ്ങളിൽ നമ്മൾ ഓൺലൈനായിട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഫ്രീ റിജാസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ ആയിട്ട്. അതിൻ്റെ ഒരു തുടർച്ചയിൽ നമ്മൾ നടത്തിയ ഒരു ഐക്യദാർഢ്യ സംഗമമായിരുന്നു സെപ്റ്റംബർ 13. അന്ന് രാഷ്ട്രീയ തടവുകാരുടെ അവകാശ ദിനം കൂടിയായിരുന്നു. അപ്പം അന്ന് സംഭവിച്ചത്, നമ്മൾ ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് സഖാവ് റിജാസിന്റെ വിടുതലിന് വേണ്ടി അണിനിരക്കുക എന്നതിനോടൊപ്പം തന്നെ മുഴുവൻ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക എന്നും, അതുപോലെ UAPA എന്ന ഫാഷിസ്റ്റ് നിയമത്തിനെതിരെ പോരാടുക എന്നുള്ള ഒരു നിലപാടാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കെതിരെ വന്നിട്ടുള്ള പോലീസ് അതിക്രമവും കള്ളക്കേസും അതിന്റെ വ്യാജമായ പ്രചരണങ്ങളും അതിൽ പ്രതികരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പത്രസമ്മേളനം കൂട്ടിയിട്ടുള്ളത്. അപ്പം ഈ FIRലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഒന്നാമത്തേത് ഇതിൽ പറയുന്നത് ന്യായവിരോധമായി സംഘം ചേർന്നു എന്നാണ് നമ്മളെ പറ്റി ആരോപിക്കുന്ന ഒരു കാര്യം. പക്ഷെ കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി, അതായത് 27 ഓഗസ്റ്റിന് എടുത്ത അനുമതിയോടുകൂടി നമ്മൾ വഞ്ചി സ്ക്വയറിൽ നടത്തിയിട്ടുള്ള പരിപാടിയാണ്. അതിനെതിരെയാണ് ഇത്തരമൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് FIRൽ പറയുന്നത്. രണ്ടാമത്തത് UAPA ഫാഷിസ്റ്റ് നിയമത്തിനെതിരെ പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തി എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഇത് ഈ സർക്കാർ അവർ ഉയർത്തുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പൊസിഷൻ പോലുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇതൊരു കുറ്റകൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ എഴുതപ്പെടേണ്ട ഒരു മുദ്രാവാക്യമായിട്ട് വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. മൂന്നാമത്തേത്, നമ്മൾ ഈ പരിപാടിയിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആ പരിപാടിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. മാത്രമല്ല, നാലാമത്തേത് വഴിയാത്രക്കാർക്കും മറ്റും തടസ്സം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. വഞ്ചി സ്ക്വയറിനകത്ത് നടന്ന പരിപാടി എത്തരത്തിലാണ് വഴിയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. മാത്രമല്ല, ഈ പരിപാടി നടക്കുന്നതിന് മണിക്കൂറുകൾ മുന്നേ പോലീസുകാർ ആ പരിസരത്ത് മറ്റും എത്തുകയും 50ഓളം പോലീസുകാരാണ് ഈ വഞ്ചി സ്ക്വയറിന് ചുറ്റും വലയം ചെയ്യുകയും അവരാണ് ഈ യാത്രക്കാർക്കും പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വന്ന ആൾക്കാർക്കും തടസ്സം ഉണ്ടാക്കുകയും ഭീതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് തിരിച്ച് നമുക്ക് മേലെ ഇത്തരം ഒരു വ്യാജ ആരോപണം നടത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്ന അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ പിരിഞ്ഞു പോകാതിരുന്ന 2 പേരോട് ആണ് പോലീസുകാർ ചോദ്യം ചെയ്തത് എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണെന്ന് വക്കീൽ സംസാരിക്കും. അതിനപ്പുറത്തേക്ക് അവിടെ സംഘാടകർ എന്നുള്ള നിലയിൽ നമ്മൾ ഇരിക്കുകയും അവിടുത്തെ എന്താ പറയാ കസേരയും മറ്റും പിരിച്ചുവിടുന്ന കാര്യം, മൈക്കിന്റെ ഓപ്പറേറ്റർക്ക് പൈസ കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർ കയറി വരികയും നമ്മളോട് വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് തട്ടിക്കേറിക്കൊണ്ട് അവിടെ 5 ആൾക്കാരുടെ പേരുതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളതിൽ പറയുന്നുണ്ട്, സംഘാടകർ എന്നുള്ള നിലയിൽ ഇപ്പൊ എന്റെ പേരും വിവരം നമ്മൾ തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ പേരും തരാൻ പറ്റില്ല, അവരുടെ സേഫ്റ്റിയും പ്രൈവസിയും നമ്മുടെ കൺസേൺ ആണ് എന്ന് നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇവര് ഭയങ്കര മോശമായി പെരുമാറുകയും തട്ടിക്കേറുകയും എന്നിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്.
ഒന്നത്. എന്നിട്ട് അതിൽ പറയുന്നത് അതിലുള്ള SI ആയിട്ടുള്ള അനൂപിന് എതിരെ നമ്മൾ തട്ടിക്കേറിയെന്നും അയാളുടെ നെയിം പ്ലേറ്റ് അടക്കം നഷ്ടമാക്കി എന്നും ഒക്കെ പറയുന്നു. പക്ഷെ നമ്മൾ അതിന്റെ വിഷ്വൽസ് കാണിക്കാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ ഇങ്ങോട്ട് തട്ടിക്കേറുകയും എന്നിട്ട് ഹരി ഡോക്ടറിന്റെ കോളറിന് പിടിച്ചുകൊണ്ടുപോയി എന്നെ സൈഡിൽ കൂടെ വലിച്ചുകൊണ്ടുപോയി ബാക്കിലൂടെ ഷെനീർ ഈ സഖാവിനെ വലിച്ചുകൊണ്ടുപോയി ചെയ്യുകയാണ് ഇതിന്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു തരത്തിലും പോലീസിന് മേത്ത് തൊട്ടിട്ടില്ല, അയാളുടെ നെയിം പ്ലേറ്റ് നഷ്ടമാക്കിയിട്ടില്ല. അപ്പൊ ഞാനാണ് അനൂപിന്റെ SIന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ സംസാരിക്കവേ അയാളുടെ നെയിം പ്ലേറ്റ് കൃത്യമായി അവിടെ ഉണ്ട്. ഞങ്ങൾ പിടിച്ചുകൊണ്ടതിന് ശേഷം അവര് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഇഷ്യൂവിന്റെ ഇടയിൽ നെയിം പ്ലേറ്റ് നഷ്ടമായതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ കേസ് വെറുതെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവര് എഴുതി പിടിപ്പിക്കുന്ന കാര്യമാണെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായി മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കാണാൻ കഴിയും ഹരി ഡോക്ടറെ എന്താ പറയാ പോലീസ് വാനിലേക്ക് 4-5 പോലീസുകാർ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന വീഡിയോ ആണ്. അതിന്റെ ഇടയിൽ കൂടെ എന്നെയും ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് പോലീസ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് FIRൽ ഇത്തരത്തിലാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇത് ടെക്നിക്കൽ ആസ്പെക്ട് മാത്രമാണ്. ഇപ്പൊ ഇതിൽ ചോദിക്കാൻ 2-3 കാര്യങ്ങളാണ് റിജാസ് സോളിഡാരിറ്റി ഫോറത്തിന്റെ ഭാഗത്ത് ഞങ്ങൾക്കുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് UAPA നിയമത്തിനെതിരാണ് എന്ന് CPM ആണെങ്കിലും SFI ആണെങ്കിലും DYF ആണെങ്കിലും രാജ്യവ്യാപകമായി അവർ പരിപാടികൾ നടത്തുന്നു, ഇതിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അതിന്റെ പല സമിതികളിലും ഇപ്പൊ ഡൽഹിയിലുള്ളൊരു സമിതിയാണ് കമ്മിറ്റി അഗൈൻസ്റ്റ് സ്റ്റേറ്റ് റിപ്രഷൻ എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുകയും എന്നാൽ അതേസമയം ഇവര് കേരളത്തില് ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സമാന്തര വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുകയും കേസുകൾ എടുക്കുകയോ ചെയ്യുമ്പോൾ ഇവര് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ഇരട്ടത്താപ്പ് നിറഞ്ഞതാണ്. അതിലുപരി ഇവർ നടത്തുന്നത് ജനങ്ങളെ തികച്ചും വെല്ലുവിളിയോടുകൂടി നേരിടുകയും അവരുടെ എല്ലാവിധ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തുക എന്നുള്ള പരിപാടിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇതിന്റെ തുടർച്ചയിൽ തന്നെ പറയാനുള്ളത് ഇത്രയും വ്യാപകമായിട്ട് പോലീസ് അതിക്രമങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിൽ തന്നെ അവരെ പെരുമാറാനായിട്ട് പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അവർക്കൊരു പ്രശ്നമില്ല ഇങ്ങനെ ഇനിയും പെരുമാറാൻ എന്നതിന്റെ ഒരു കാരണം ഇതൊരു വ്യക്തിപരമായിട്ടൊരു പോലീസിന്റെ മാനസികാവസ്ഥയുടെ ബോധത്തിന്റെ പ്രശ്നം മാത്രമല്ല എന്നുള്ളതും പകരം ഭരണകൂടം എത്തരത്തിലാണ് ഇവർക്ക് ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവിധ സപ്പോർട്ടും അവർക്ക് ഉണ്ടാവുന്നത്, എല്ലാവിധ സന്നാഹങ്ങളും അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. അപ്പം ഇതിനെതിരെ എന്താ പറയാ വ്യാപകമായിട്ട് ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതൊരു പോലീസിന്റെ മാത്രം പ്രശ്നമല്ല, അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നം കൂടിയാണ്. മാത്രമല്ല ഈ രാജ്യവ്യാപകമായിട്ടുള്ള ഈ ഭരണകൂടത്തിന്റെ കേന്ദ്ര സർക്കാർ അടങ്ങുന്ന ഭരണകൂടത്തിന്റെ അതേ നയങ്ങൾ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഫാഷിസത്തിന്റെ കൂടെ പ്രശ്നമാണ്. ഇവിടെ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ എന്ന് പറയപ്പെടുന്ന സർക്കാർ നടത്തുന്ന ഫാഷിസ്റ്റ് സമീപനം കൂടിയാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നതെന്നാണ് റിജാസ് സോളിഡാരിറ്റി ഫോറത്തിന്റെ നിലപാട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ നിന്ന് മൈക്കും സൗണ്ട് സിസ്റ്റവും ഒക്കെ അവര് പിടിച്ചുകൊണ്ട് പോവുകയും അതിപ്പോഴും നമുക്ക് വിട്ടുതരാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അപ്പം ഇത്തരത്തിൽ നടത്തുന്ന പരിപാടികൾക്കെതിരെ ഇനിയും ഇത്തരം പരിപാടികൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാഷിസ്റ്റ് വൽക്കരണത്തിന്റെ തന്നെ ഉദാഹരണമാണ്, അതിന്റെ തുടർച്ചയാണ്. ഇതും നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇതിന്റെ നിയമവശങ്ങൾ കേരള പോലീസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ആക്കി സംസാരിക്കും. ഇതിനകത്തിപ്പം അവര് ചാർജ് ചെയ്തിരിക്കുന്നത് 189/2 190 BNS ആണ് മെയിനായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്, അതായത് അൺലോഫുൾ അസംബ്ലി എന്നുള്ളത്. പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് എല്ലാ തരം പെർമിറ്റും കാര്യങ്ങളും എടുത്തിട്ട് പൊതുസ്ഥലം, അതായത് ഇത്തരത്തിലൊരു പൊതുപരിപാടി നടത്താൻ എല്ലാ പെർമിഷനോടും കൂടി ഒരു പരിപാടിയാണ് അവിടെ നടത്തി വന്നിരിക്കുന്നത്. പിന്നെ ഇട്ടിരിക്കുന്നത് 285 ഒബ്സ്ട്രക്ഷൻ ഇൻ പബ്ലിക് വേ. അതൊരു പബ്ലിക് വേ അല്ല എന്നുള്ളത്, വഞ്ചി സ്ക്വയർ പബ്ലിക് വേ എന്നാണ് ആയതെന്നുള്ളത് എനിക്കറിയില്ല. അത് പബ്ലിക് വേ അല്ല, ഇത്തരത്തിലൊരു പൊതുപരിപാടി അവിടെ നടത്താൻ സാധിക്കുന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ 117E
അതായത് പോലീസുകാരെ ചോദ്യം ചെയ്ത ഇപ്പൊ ഇട്ട് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് 117 ഒബ്സ്ട്രക്ഷൻ, ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ളത്. ഇത്തരത്തിൽ ലോഫുൾ ആയിട്ട് ഒരു അസംബ്ലി അവിടെ നടക്കുകയാണ്, ഒരു പരിപാടി നടക്കുകയാണ്. ഇതിൽ പോലീസിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ള എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല. പോലീസിന്റെ എന്ത് ഡ്യൂട്ടിയാണ് ഇത്തരത്തിൽ ലോഫുൾ അസംബ്ലി നടക്കുന്നതിൽ എന്ത് ഡ്യൂട്ടിയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നെ രണ്ടാമത് കോസിംഗ് ഡേഞ്ചർ ടു പബ്ലിക് സേഫ്റ്റി. ഒരു പബ്ലിക്കിന്റെ നടന്ന് ഒരു പരാതി വന്നിട്ടില്ല എൻ്റെ ഈ പറയുന്ന പബ്ലിക് സേഫ്റ്റിനെ ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റി വയലേറ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ ഒരു പരാതി വന്നിട്ടില്ല. ഈ പരാതി സുവോമോട്ടോ പോലീസുകാർ തനിയായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി പോലീസുകാർക്ക് അറിയാത്ത കുറച്ച് നിയമങ്ങളുണ്ട്. ഇതിനകത്ത് വലിച്ചഴച്ചു കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സെക്ഷൻ 29 KP ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഇതിനകത്ത് ID കാർഡ് അല്ല മറ്റേ ഐഡന്റിറ്റി ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു, അത് കാണിച്ചില്ല. ഈ അഡ്രസ്സും വഴി കൂടെ പോകുന്ന ആൾക്കാരുടെ അടുത്ത് അഡ്രസ്സും കാര്യങ്ങളും ചോദിച്ചാൽ അത് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് കറക്റ്റ് ആയിട്ട് സഫീഷ്യന്റ് ആയിട്ട് റീസൺ പറയേണ്ട കാര്യമുണ്ട്. 32 KP ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോലീസ് ഓഫീസേഴ്സ് ലയബിൾ ടു എക്സ്പ്ലെയിൻ. ഒരു കാര്യം നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്കെതിരെ ഒരു ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ യു ഹാവ് എ റൈറ്റ് ടു ആസ്ക്. എന്തിനാണ് നിങ്ങളത് ചോദിക്കുന്നത് എന്നുള്ളൊരു റൈറ്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും വില പോവാതെ ഇതൊന്നും കണക്കിലെടുക്കാതെ കുറച്ച് ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ റിജാസ് എന്ന് പറയുന്നവർ നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളാണ്, ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പം അവർക്കെതിരെ ഇത്തരത്തിലൊരു നിയമ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ ഒരു സോളിഡാരിറ്റി ഇങ്ങനെ ഒരു ഫോറം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ എല്ലാ റൈറ്റും ഇപ്പൊ സുപ്രീം കോടതി ആണെങ്കിൽ ഹൈക്കോടതി ആണെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ പറയുന്നത് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആൻഡ് ഇന്റഗ്രൽ ഫ്രീഡം ആണെന്നുള്ളത്, ഒരു റൈറ്റ് ആണെന്നുള്ള കാര്യം. ഇനി ഇതുപോലെ ഈ എന്താ പറയാ 4-5 ചങ്കുള്ള ആൾക്കാരും ചായക്കടക്കാരെയും പ്രീതിപ്പെടുത്താനാണ് ഇത്തരത്തിൽ കാണിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്നുള്ളതിന് മാറിയിട്ട് ലോ ഇന്റിമിഡേഷൻ ഏജൻസി എന്നുള്ള രീതിയിലോട്ടാണ് ആൾക്കാരുടെ വരവ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം നടക്കരുത്. ഈ ഒരു പ്രോഗ്രാമിന് ആൾക്കാർ പല ഭാഗത്തു നിന്നായിട്ട് ആൾക്കാർ കൂടി വരുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക എന്നുള്ളതിന്റെ ഒരൊറ്റ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന മീറ്റിങ്ങിന് ഏകദേശം 50ഓളം പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്താ അവിടെ നടക്കുന്നത്? സാധാരണ ഒരു പൊതു പരിപാടി. ഇതിന് 50ഓളം ആൾക്കാരുടെ ആവശ്യം എന്താണ്? അതന്നെ പറയുന്നത്. അതായത് ജനങ്ങൾ ഇതിലോട്ട് സോളിഡാരിറ്റിയിലേക്ക് വരാൻ പാടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വളരെ ഇതായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ 3 ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഈ എഫ്ഐആർ വിഡ്രോ ചെയ്യണം. ഇറ്റ് ഈസ് എ ഇല്ലീഗൽ എഫ്ഐആർ. ഇതിനകത്ത് ചുമത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇല്ലീഗലാണ്. അത് വളരെ എവിഡന്റ് ആണ്. ഫ്രം ദെയർ റെക്കോർഡ്സ് ഇറ്റ്സെൽഫ് അത് ഇല്ലീഗൽ ആണെന്നുള്ളത് അറിയാം. രണ്ടാമത്തെ കാര്യം, ഇത്രയും മോശമായി പെരുമാറിയതിന് അവർ അപ്പോളജി പറയണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരോട് അപ്പോളജി പറഞ്ഞേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം അഷുറൻസ്. ആർട്ടിക്കിൾ 14, 19 and 21 ഇത് അപ്ഹെൽഡ് ചെയ്യപ്പെടുന്നുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് അഷുറൻസ്. ഇൻ കേസ് ഇത് 3ഉം ഇല്ലാന്നുണ്ടെങ്കിൽ വി ആർ റെഡി ടു ഗോ ഫോർ എ ലീഗൽ ബാറ്റിൽ. ഇത് വാർണിംഗ് ആയിട്ട് തന്നെ കൂട്ടിക്കോളൂ. ഡയർ ലീഗൽ കോൺസിക്വൻസസ് വിൽ ബി ടേക്കൻ അഗെയിൻസ്റ്റ് ദം. അതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ എവിഡൻസും ഞങ്ങളുടെ പക്കലുണ്ട്. അത് വെച്ച് ഞങ്ങൾ പോകുക തന്നെ ചെയ്യും. ഇപ്പൊ പോലീസുകാർക്ക് ഈ കേസ് എടുത്തിരിക്കുന്നത് സുവോമോട്ടോ ആയിട്ടാണ് വക്കീല് പറഞ്ഞ പോലെ. എന്നാൽ അതിനപ്പുറത്തേക്ക് BJPയുടെ സംഘപരിവാറിന്റെ വക്താക്കളാണ് ഈ പരിപാടിക്കെതിരെ തലേദിവസം മുതൽ തന്നെ വ്യാപകമായിട്ട് മീഡിയയിൽ എഴുതുകയും അങ്ങനെ ഒരു എന്താ പറയാ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ സംഘപരിവാർ പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും പോലീസും സന്നദ്ധമായി നിൽക്കുന്നത് എന്നുള്ളതും കൂടെ ഇക്കാര്യത്തിലൂടെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ അപ്പോളജി മാത്രമല്ല, ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളോട് പെരുമാറിയ പോലീസുകാരെ മുഴുവൻ പിരിച്ചുവിടണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം.